പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിലപാട്. പക്ഷേ ചില മാധ്യമങ്ങൾ പ്രതിപക്ഷത്തെ സഹായിക്കുന്നതിന് വേണ്ടി ചില പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നു. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനത്തിന് അവസരമൊരുക്കി കൊടുത്തത് കോൺഗ്രസും UDF-ഉമാണ്. മുത്തങ്ങയിൽ നടന്ന സംഭവം പരിശോധിച്ചാൽ, വർക്കല ശിവഗിരി മഠത്തിൽ നടന്ന സംഭവം പരിശോധിച്ച് നോക്കിയാൽ, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്നും രാജനെ കണ്ടുകിട്ടിയിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനം നടത്തുന്നതിന് വേണ്ടിയുള്ള അവസരവും സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുള്ളത് UDF-ആണ്. ആരെയും കൊല്ലുന്നതിന് വേണ്ടിയുള്ള അവസരം പോലും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം നടക്കുന്ന ഏതെങ്കിലും പോലീസ് തെറ്റായ കാര്യങ്ങൾ ന്യായീകരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. വികസന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാര്യവും ഉന്നയിക്കുന്നതിന് വേണ്ടി കഴിയാത്ത പ്രതിപക്ഷം 15-ാം തീയതി നിയമസഭ ആരംഭിക്കുന്നുവെന്ന് കണ്ടുകൊണ്ട് അവർ ഈ ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുന്നുണ്ട്. അത് ചില മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നുണ്ട്. അതിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭയപ്പാടില്ല. ഏതെങ്കിലും തെറ്റ് കാണിക്കുന്ന പോലീസ് ഓഫീസറെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. ഒരു നടപടി പോലീസ് ഓഫീസർക്കെതിരെ എടുക്കുമ്പോൾ അതിന് കുറച്ച് സമയത്തിൻ്റെയും അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ വരുന്ന താമസം മാത്രമാണുള്ളത്.